ഹലോ ഗൈസ്, അപ്പൊ തുടങ്ങാം. ഇന്ന് 7 മണിക്ക് ദ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവി ഓഫ് ദ ഇയർ കൂലിയുടെ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു ട്രെയിലറിന്റെ റെസ്പോൺസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാം. ട്രെയിലർ ഒരു ഹൈ വോൾട്ടേജ് തന്നു എന്ന് ചോദിക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇല്ല. ബട്ട് ട്രെയിലർ കൊള്ളാം. ആൻഡ് ലോകേഷ് കനകരാജ് പുള്ളി ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഈ സിനിമ ഫസ്റ്റ് ഹാഫിലൊക്കെ ഒരു ഇമോഷണലി കണക്ഷൻ തന്ന് സെക്കൻഡ് ഹാഫ് ഡ്രിവൻ ചെയ്യുമ്പോൾ മാസ് സാധനങ്ങളൊക്കെ ഇറക്കുന്ന ഒരു സിനിമ ആയിരിക്കും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന്. ആൻഡ് കംപ്ലീറ്റ്ലി വയലൻസ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ അറിഞ്ഞതാണ് എ റേറ്റഡ് സർട്ടിഫിക്കറ്റ് ആണ് സിനിമ. അപ്പോൾ പുള്ളി ഈ എന്താ പറയാ ട്രെയിലറിൽ ഒന്നും വിട്ടു പറഞ്ഞിട്ടില്ല. എനിക്ക് കണ്ടതിൽ ട്രെയിലറിൽ മനസ്സിലായത് എല്ലാവരുടെയും ഒരു ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ ആണ്. ഇങ്ങനെ ഒരാൾ എന്നാണ് എനിക്ക് തോന്നി. പക്ഷെ ഡെഫിനറ്റ്ലി തിയേറ്ററിൽ അങ്ങേര് കത്തിക്കും, ലോകി പണ്ണും, കുക്ക് പണ്ണും, സത്യമാണ്. അത് അത്ര ഒളിപ്പിച്ച് എനിക്ക് തോന്നുന്നു ആ ഒരു എൻഗേജ്മെന്റ് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് കാണും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന. ആൻഡ് ലോകേഷ് രണ്ടാമത് വരുമ്പം രജനീകാന്തിന്റെ ഓറ എവിടെയും പോയിട്ടില്ല. അത് ഈ ട്രെയിലറിലും ഉണ്ട്. ആ ലാസ്റ്റ് ഭാഷ സീക്വൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്, മാണിക് ഭാഷ. അപ്പം ട്രെയിലറിൽ ഞാൻ പറഞ്ഞില്ലേ, തിയേറ്ററിൽ നിങ്ങൾക്ക് എന്തേലും കിട്ടും, എന്തേലും ഇല്ല കിട്ടും, കിട്ടിക്കൊണ്ടേയിരിക്കും, ഉറപ്പാണ്. രജനീകാന്തൊക്കെ ആൻഡ് നാഗാർജുനയിൽ വരുമ്പം ഇപ്പൊ വന്ന ട്രെയിലറിൽ ഏറ്റവും കൂടുതൽ ഡൊമിനേറ്റ് ചെയ്തത് നാഗാർജുനയാണ്. പുള്ളിക്ക് എന്തായാലും പുള്ളി ഇന്റർവ്യൂസ് ഒക്കെ പറഞ്ഞ പോലെ വിസിൽ റോൾസുകളായിരിക്കും തീർച്ചയായിട്ടും. ഞാൻ കണ്ടത് വെച്ചാൽ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പക്ക വില്ലൻ മെറ്റീരിയൽ ആയിരിക്കും നാഗാർജുന. ആൻഡ് സിനിമയിൽ വരുന്നത് ആമിർ ഖാന്റെ ക്യാമിയോ ഉണ്ട്. ആമിർ ഖാന്റെ ക്യാമിയോ ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാവും. ഒരു രക്ഷയില്ലാത്ത സാധനം. എനിക്ക് ഒരു ഡെസേർട്ട് പോലത്തെ സംഭവത്തിന്റെ അവിടെയൊക്കെ വെച്ചാണ് എനിക്കൊന്ന് ഇൻട്രോ എന്ന് തോന്നുന്നു. വെടിവെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൺസ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞു, പക്ഷെ ഗൺസ് ഒക്കെ ഇതിലുണ്ട് കേട്ടോ. ആൻഡ് പിന്നെ വരുന്ന ഉപേന്ദ്ര ഒക്കെ ഇപ്പോ അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ആർക്കും അറിഞ്ഞൂടാ. പക്ഷെ ഈ സിനിമയിലൊക്കെ ആ കരിസ്മയൊക്കെ പഴയതുപോലെ കൊണ്ടുവരുന്നുണ്ട്. അതാണ് ലോക്കിക്ക് എങ്ങനെ ഒരു ആക്ടറിനെ ആ ആക്ടറിന്റെ ഒരു എഫേർട്ട് അല്ലെ ആക്ടറിന്റെ ഒരു അകത്തുള്ള ഒരു കാര്യങ്ങൾ എങ്ങനെ പുള്ളൗട്ട് ചെയ്യണമെന്ന് ലോകിക്ക് അറിയാം. അതാണ് ഒരു ഡയറക്ടറുടെ കഴിവ്. പിന്നെ എനിക്ക് സൗബിന്റെ ഒരു നല്ലൊരു റോൾ ആയിരിക്കും ഇതില്. സൗബിൻ നാഗാർജുനയുടെ ഗ്യാങ്ങിലെ ഒരു മെയിൻ ആളാവാനാണ് സാധ്യത കൂടുതൽ. ട്രെയിലർ കണ്ടപ്പോ അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ ശ്രുതിഹാസൻ വരുന്നുണ്ട്. ശ്രുതിഹാസൻ സത്യരാജിന്റെ മോളായിട്ടാണ് വരുന്നത്. ശ്രുതിഹാസന്റെ അച്ഛനായിട്ടാണ് സത്യരാജ് വരുന്നത്. ഈ സത്യരാജും ശ്രുതിഹാസനും തമ്മില് അച്ഛനും മോളും ബന്ധമാണ്. ഇതില് സത്യരാജും രജനീകാന്തും കൂട്ടുകാരനാവാനാണ് ചാൻസ് കൂടുതൽ. കാരണം ട്രെയിലറിൽ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അതുമായിട്ടൊരു ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ട്രെയിലറിൽ ഞാൻ പറഞ്ഞില്ലേ, ഒന്നും പറഞ്ഞിട്ടില്ല ട്രെയിലറിൽ. എല്ലാവരുടെയും ഇൻട്രോ പോലെ ഇങ്ങനെ ഒരാളുണ്ട്. ബട്ട് ഡെഫിനറ്റ്ലി ലോകി തിയേറ്ററിൽ കത്തിക്കും, അത് ഉറപ്പാണ്. ആൻഡ് ഇനി ഈ തിയേറ്ററിൽ ഇപ്പം എന്തായാലും പോകുമ്പോൾ നല്ല സാധനങ്ങൾ കിട്ടും. ഇപ്പൊ ഈ ട്രെയിലറിൽ അനിരുദ്ധിന്റെ മ്യൂസിക് ഉണ്ട്, വളരെ മൈൽഡായിട്ട്. അല്ലെങ്കിൽ എന്താണ് അനിരുദ്ധ് വന്ന് കത്തിക്കും, BGM ഇട്ട് കത്തിക്കും അല്ലേ. പക്ഷെ ഇതില് എല്ലാത്തിനും വിപരീതമായിട്ട് അനിരുദ്ധ് വളരെ പതിയെ ഉള്ള മ്യൂസിക്കാണ് ഇതിലിട്ടത്. രജനി വരുമ്പം ഒരു അരങ്ങം മധുരട്ടമേ, അത് മറ്റേ അവരുടെ വോയിസിൽ ഒരു പക്ക സാധനങ്ങളാണ്. അനിരുദ്ധിന് എങ്ങനെ ചെയ്യണമെന്ന് അനിരുദ്ധ് നല്ല രീതിക്ക് അറിയാം. അപ്പം അനിരുദ്ധും ഈ എന്താ പറയാ ട്രെയിലറിൽ അധികം ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ പുള്ളിയും വച്ചിരിക്കുവാണ് എന്ത്, തിയേറ്ററിൽ കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കൺഫേം ഇത് തിയേറ്ററിൽ കത്തിക്കാൻ വേണ്ടിയിട്ട് അവര് ഇങ്ങനെ ഇറക്കി തന്നതാണ്. നിങ്ങൾ ഇതുകൊണ്ട് നിരാശ ഒന്നും പെടണ്ട, കൂലി കൊളുക്കും.